IPL-ലെ എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ തകർത്ത് ചെന്നൈ സൂപ്പർ കിങ്സ് പോയിന്റ് പട്ടികയിൽ കുതിപ്പ് നടത്തി കഴിഞ്ഞു. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന പോരാട്ടത്തിൽ 103 റൺസിന്റെ വമ്പൻ വിജയമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കിയത്. സഞ്ജു സാംസണിന്റെ തകർപ്പൻ സെഞ്ചുറിക്കരുത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ 6 വിക്കറ്റ് നഷ്ടത്തിൽ 207 റൺസ് എടുത്തപ്പോൾ മുംബൈ ഇന്ത്യൻസ് 19 ഓവറിൽ 104 റൺസിന് പുറത്തായി. വിജയത്തോടെ 7 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റുമായി ചെന്നൈ സൂപ്പർ കിങ്സ് 5ാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു. മുംബൈക്കെതിരായ സൂപ്പർ പോരാട്ടത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സ്വന്തം മഹേന്ദ്ര സിംഗ് ധോണി കളിക്കുമെന്ന റിപ്പോർട്ടുണ്ടായിരുന്നെങ്കിലും ആരാധകർക്ക് നിരാശയായിരുന്നു ഫലം. മലയാളി താരം സഞ്ജു സാംസണിന്റെ മിന്നും സെഞ്ചുറിയും മുംബൈയിലെ വിജയവും ആ കുറവ് നികത്തുന്നതായിരുന്നു. കാലിലെ പരിക്കിനെ തുടർന്ന് കളിക്കളത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ധോണി. ടീം അംഗങ്ങൾക്കൊപ്പം ബാറ്റിങ്ങിലും കീപ്പിങ്ങിലും പരിശീലനം നടത്തുന്നുണ്ടെങ്കിലും ഈ സീസണിൽ ഇതുവരെ മത്സരത്തിനായി പാടുകെട്ടിയിട്ടില്ല. ധോണി ഈ സീസണിൽ കളിച്ചാൽ ഇമ്പാക്ട് പ്ലെയറായി മാത്രമാകുമെന്നും വിക്കറ്റിന് പിന്നിൽ ഉണ്ടാകില്ലെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ടുകളെ പൂർണ്ണമായും തള്ളുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ബാറ്റിംഗ് പരിശീലകൻ മൈക്കിൾ ഹാസി. ധോണി ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി മാത്രമല്ല, വിക്കറ്റ് കീപ്പറായി തന്നെ തിരിച്ചെത്തുമെന്ന് ഹസി സ്ഥിരീകരിച്ചു. ധോണിയുടെ ഫിറ്റ്നസിനെ കുറിച്ച് ഹസി വിശദീകരിക്കുകയും ചെയ്തു. ധോണി ഇറങ്ങിയാൽ അദ്ദേഹം സ്റ്റമ്പിന് പിന്നിൽ ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാലിലെ പേശിവലിവാണ് പ്രശ്നം. ധോണിയുടെ റോൾ പരിമിതപ്പെടുത്തില്ല. പക്ഷേ അദ്ദേഹത്തിന് തിരിച്ചുവരവ് പൂർണ്ണമായും രോഗമുക്തിയെ ആശ്രയിച്ചിരിക്കും. ഒരു കീപ്പർ എന്ന നിലയിൽ അദ്ദേഹത്തിന് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം. ധോണി നന്നായി ബാറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാമെന്നും ഹസി കൂട്ടിച്ചേർത്തു. കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുന്നതിന് മുൻപ് ധോണി പൂർണ്ണമായും ഫിറ്റ്നസ് വീണ്ടെടുക്കുകയാണ് നിർണായകം. അദ്ദേഹം മികച്ച ഫിറ്റ്നസ് കൈവരിക്കുന്നുമുണ്ട്. ഗ്രൗണ്ടിലെത്താൻ അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എത്രയും വേഗം തിരിച്ചെത്താൻ കഠിനമായി പരിശ്രമിക്കുന്നുമുണ്ട്. എല്ലാ ആരാധകരും ധോണിയുടെ കളി കാണാൻ ആഗ്രഹിക്കുകയാണെന്ന് എനിക്കറിയാം. അതിനാൽ അടുത്ത കുറച്ച് മത്സരങ്ങളിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. എത്രയും വേഗം അദ്ദേഹം തിരിച്ചെത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് ഹസി പറയുന്നുണ്ട്. നെറ്റ്സിൽ പരിശീലനം നടത്തുന്നുണ്ടെങ്കിലും കളിക്കളത്തിലേക്ക് എത്തണമെങ്കിൽ ധോണിക്ക് 100% ഫിറ്റ്നസ് വീണ്ടെടുക്കേണ്ടതായുണ്ട്. മുംബൈക്കെതിരായ വിജയത്തോടെ ചെന്നൈ ആവേശത്തിലുമാണ്. പോയിന്റ് ടേബിളിൽ കുതിപ്പ് നടത്തി കഴിഞ്ഞു. പക്ഷേ ആരാധകർ ധോണിയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ്. ഞായറാഴ്ച ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയാണ് ചെന്നൈയുടെ അടുത്ത മത്സരം. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ധോണി കളിക്കുമെന്ന സൂചനകൾ CSK മാനേജ്മെന്റ് ഇതുവരെ നൽകിയിട്ടില്ല. ഈ സീസണിൽ ധോണി കളിക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും പരിക്കാണ് തിരിച്ചടിയാക്കുന്നത്. അതേസമയം ധോണി ഈ സീസണിൽ കളിച്ചേക്കില്ലെന്ന അഭ്യൂഹം ശക്തമാണ്. വിജയത്തോടെ ചെന്നൈ ഇപ്പോൾ ശക്തമായ ട്രാക്കിലാണുള്ളത്. ടീമിന്റെ ലൈനപ്പും ശക്തമാണ്. സഞ്ജു വിക്കറ്റിന് പിന്നിലുള്ളപ്പോൾ ആശങ്കയും കുറവാണ്. മധ്യനിരയിൽ വമ്പനടിക്കാരായി ശിവൻ ദുബെയും ഡെവാൾ ബ്രേവിസുമുണ്ട്. ഈ സാഹചര്യത്തിൽ ധോണിയുടെ സാന്നിധ്യം ടീമിനെ കാര്യമായി ബാധിക്കുന്നുമില്ല. എന്നാൽ ധോണിയുടെ ഒരു ഇന്നിങ്സിനായി കാത്തിരിക്കുകയാണ് ആരാധകർ.